നമസ്കാരം. ബി ടൈറ്റാൻ എന്ന ബിസിനസ് ഓപ്പർച്യൂണിറ്റി പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഈ വീഡിയോ. എന്താണ് ബി ടൈറ്റാൻ? ദ ടൈറ്റാൻസ് നെറ്റ്വർക്ക് എന്ന പ്ലാറ്റ്ഫോമിൻ്റെ ക്രിപ്റ്റോ വേൾഡിലേക്കുള്ള ഏറ്റവും പുതിയ പ്രൊജക്റ്റാണ് ബി ടൈറ്റാൻ. 2025 ഫെബ്രുവരിയിൽ സ്റ്റാർട്ട് ചെയ്ത ഈ പ്ലാറ്റ്ഫോമിൽ ടൈറ്റാൻ ലെഗസി, ടൈറ്റാൻ ടോക്കൺ, ഹെലോ ടൈറ്റാൻസ് എന്നിങ്ങനെ 4 പ്രൊജക്റ്റുകൾ ലൈവായി വളരെ സക്സസ്ഫുള്ളായി റൺ ചെയ്യുന്നുണ്ട്. എന്നാൽ 2025 ഡിസംബറിൽ സ്റ്റാർട്ട് ചെയ്ത ബി ടൈറ്റാൻ എന്ന പ്രോഗ്രാമിന് മറ്റ് 4 പ്രൊജക്റ്റുകളെക്കാളും വേൾഡ് വൈഡ് വളരെ വലിയൊരു സ്വീകാര്യത ലഭിച്ചിട്ടുണ്ട്. ഇതിന് കാരണം ഇതിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നത് ദ മദർ ഓഫ് ക്രിപ്റ്റോ കറൻസി എന്നറിയപ്പെടുന്ന ബിറ്റ്കോയിൻ ആണ് എന്നതാണ്. UK ബേസ് ചെയ്തിട്ടുള്ള ഈ ടൈറ്റൻസ് നെറ്റ്വർക്കിൻ്റെ വൈസ് പ്രസിഡൻ്റാണ് ഈ ഫോട്ടോയിൽ കാണുന്ന മിസ് മെഴ്സിഡീസ് ഹോഗർത്ത്. എല്ലാ ആഴ്ചയിലും നടക്കുന്ന ഗ്ലോബൽ സൂം മീറ്റിങ്ങിൽ ഇവരുടെ സാന്നിധ്യമുണ്ട്. ഏതൊരാൾക്കും ബിറ്റ്കോയിൻ ഏൺ ചെയ്യുന്നതിനുള്ള ഒരവസരമാണ് ഈ പ്ലാറ്റ്ഫോം ക്രിയേറ്റ് ചെയ്യുന്നത്. ബ്ലോക്ക് ചെയിനിൽ ഡിപ്ലോയ് ചെയ്തിരിക്കുന്ന ഈ പ്രോഗ്രാം 100% ഡീസെൻട്രലൈസ്ഡ് ആണ്. അതുകൊണ്ട് തന്നെ ഇതിൽ യാതൊരു വിധത്തിലുള്ള ഒരു മാനിപ്പുലേഷനും സാധ്യമല്ല. ഫുള്ളി ഡീസെൻട്രലൈസ്ഡ് സിസ്റ്റം, ഫുള്ളി ഓട്ടോമേറ്റഡ് എക്സിക്യൂഷൻ, ട്രാൻസ്പെറൻറ്റ് സ്മാർട്ട് കോൺട്രാക്റ്റ്, ഓട്ടോ സ്പില്ലോവർ മെക്കാനിസം, അൺലിമിറ്റഡ് റീസൈക്കിൾസ്, ഇൻസ്റ്റൻറ്റ് ട്രാൻസാക്ഷൻസ്, നോ വിഡ്രോ ചാർജസ്, നോ ഹിഡൻ ചാർജസ്, നോ അഡ്മിൻ കൺട്രോൾ, നോ ഓണർ കൺട്രോൾ, നോ കമ്പനി ഡിപ്പെൻഡൻസി, ഇമ്മ്യൂട്ടബിൾ ബ്ലോക്ക് ചെയിൻ കോഡ്, അൺലിമിറ്റഡ് ഏണിംഗ് പൊട്ടൻഷ്യൽ, സെൽഫ് സസ്റ്റൈൻഡ് റിവാർഡ് സൈക്കിൾ, നോ ഹ്യൂമൻ ഇൻ്റർഫിയറൻസ്, കോഡ് ബേസ്ഡ് ഫെയർ ഡിസ്ട്രിബ്യൂഷൻ, ആൻറ്റി മാനിപ്പുലേഷൻ മെക്കാനിസം, റിയൽ ടൈം ഡാഷ്ബോർഡ് അപ്ഡേറ്റ്സ്. ഇതെല്ലാം ഈ സിസ്റ്റത്തിൻ്റെ പ്രത്യേകതകളാണ്. ഇതൊക്കെ സത്യമാണോ എന്നത് ഇതിൻ്റെ പ്ലാൻ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നതാണ്. വൺസ് 0.001 ബിറ്റ്കോയിൻ, ഇന്ത്യൻ മണിയിൽ പറഞ്ഞാൽ 7000 രൂപ ഉപയോഗിച്ച് ഈ സിസ്റ്റത്തിൽ നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് സ്പില്ലോവറും സ്മാർട്ട് അപ്ഗ്രേഡും നടക്കുന്നതുകൊണ്ട് അൺലിമിറ്റഡ് ബിറ്റ്കോയിൻ ഈ സിസ്റ്റത്തിൽ നിന്നും ഏൺ ചെയ്യാൻ സാധിക്കുന്നതാണ്. നിങ്ങൾ ചെയ്യേണ്ടത് സ്റ്റാർട്ട് ചെയ്യുക എന്നത് മാത്രമാണ്. ബാക്കിയുള്ളതെല്ലാം ഈ സിസ്റ്റം തന്നെ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ചെയ്തു തരുന്നതാണ്. ഈ സിസ്റ്റം നിങ്ങൾക്ക് 3 രീതിയിലുള്ള വരുമാനം നൽകുന്നുണ്ട്. ആദ്യത്തേത്, ഈ സിസ്റ്റത്തിലൂടെ നമുക്ക് അൺലിമിറ്റഡായി ഏൺ ചെയ്യാൻ സാധിക്കുന്ന ബിറ്റ്കോയിൻ. രണ്ടാമത്തേത്, ഈ സിസ്റ്റത്തിൽ ജോയിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്ന പ്രൊഡക്റ്റായ NFT, നോൺ ഫഞ്ചബിൾ ടോക്കൺ. ഇത് ഒരു ഡിജിറ്റൽ അസറ്റാണ്. 100 ദിവസത്തേക്ക് ഇത് ലോക്ക്ഡ് ആയിരിക്കും. അതിനുശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ വിൽക്കാം, അല്ലെങ്കിൽ ഹോൾഡ് ചെയ്യാം. ഹോൾഡ് ചെയ്യുന്നതാണ് നല്ലത്. അതിൻ്റെ കാരണം എന്താണ് എന്നുള്ളത് ഇതിൻ്റെ പ്ലാൻ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നതാണ്. മൂന്നാമത്തെ ഇൻകം, റാങ്ക് ആൻഡ് റിവാർഡ്സ്. ഇതെന്താണ് എന്നുള്ളത് ഞാൻ ഇതിൻ്റെ അവസാനം എക്സ്പ്ലെയിൻ ചെയ്യാം. ഈ സിസ്റ്റത്തിൽ ടോട്ടൽ 12 സ്ലോട്ടുകളുണ്ട്. ആദ്യത്തെ സ്ലോട്ട് ഓപ്പൺ ചെയ്യുന്നതിന് 0.001 ബിറ്റ്കോയിൻ ആവശ്യമാണ്, അതായത് 7000 രൂപ. രണ്ടാമത്തെ സ്ലോട്ട് ഓപ്പൺ ചെയ്യുന്നതിന് 0.002 ബിറ്റ്കോയിൻ, 14000 രൂപ. മൂന്നാമത്തെ സ്ലോട്ട് ഓപ്പൺ ചെയ്യുന്നതിന് 0.004 ബിറ്റ്കോയിൻ, 28000 രൂപ. ഇങ്ങനെ ഓരോ സ്ലോട്ടും ഓപ്പൺ ചെയ്യുന്നതിന് ഇരട്ടി തുകകൾ ആവശ്യമാണ്. എന്നാൽ ഇതൊന്നും നിങ്ങൾ മാനുവലായി ചെയ്യേണ്ട ആവശ്യമില്ല. 0.001 ബിറ്റ്കോയിൻ ഉപയോഗിച്ച് ആദ്യത്തെ സ്ലോട്ട് മാത്രം നിങ്ങൾ ഓപ്പൺ ചെയ്താൽ മതിയാവും. ബാക്കിയുള്ള എല്ലാ സ്ലോട്ടുകളും ഈ സിസ്റ്റം തന്നെ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഓപ്പൺ ചെയ്ത് തരുന്നതാണ്. ഇതെങ്ങനെയാണെന്ന് നോക്കാം. 0.001 ബിറ്റ്കോയിൻ ഉപയോഗിച്ച് നിങ്ങൾ ഈ സിസ്റ്റത്തിൽ ജോയിൻ ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ NFTയും കിട്ടിയെന്ന് വിചാരിക്കുക. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് 2 പേരെ ഈ സിസ്റ്റത്തിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്നതാണ്. ഇത് നിർബന്ധമാണ്. ഇങ്ങനെ ഓരോരുത്തരും 2 പേരെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് മൂലം നിങ്ങളുടെ 3 ലെവൽ കംപ്ലീറ്റ് ആകുമ്പോൾ നിങ്ങളുടെ ചാർട്ട് ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക. ഇങ്ങനെ 3 ലെവൽ കംപ്ലീറ്റ് ആകുമ്പോൾ ഇതിനെ ഒരു സൈക്കിളായിട്ടാണ് പരിഗണിക്കുന്നത്. സത്യത്തിൽ ഈ സിസ്റ്റത്തിൽ നിങ്ങൾ ഈ ആദ്യത്തെ സൈക്കിൾ മാത്രം മോണിറ്റർ ചെയ്താൽ മതി.
ബാക്കിയെല്ലാം ഈ സിസ്റ്റം തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾക്ക് ചെയ്തു തരുന്നതാണ്. സോ ഇതെങ്ങനെയാണെന്ന് നോക്കാം. ഈ സൈക്കിളിൽ മുകളിൽ യു എന്ന് കാണുന്നത് നിങ്ങളാണ്. താഴെ നിങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത 2 പേർ. ഇതിൽ ഫസ്റ്റ് ഡൗൺ ലൈൻ ജോയിൻ ചെയ്യുമ്പോൾ അവർ പേ ചെയ്യുന്ന 0.001 ബിറ്റ്കോയിൻ ഉടൻ തന്നെ, അതായത് അവർ ജോയിൻ ചെയ്യുന്ന ഫ്രാക്ചർ ഓഫ് സെക്കൻഡിൽ തന്നെ ₹1 പോലും കുറയാതെ നിങ്ങളുടെ ഫസ്റ്റ് അപ്ലൈൻ്റെ ക്രിപ്റ്റോ വാലറ്റിലേക്ക് ഡയറക്റ്റ് ക്രെഡിറ്റ് ആകുന്നതാണ്. അതിപ്പോൾ ഏത് വാലറ്റ് ആണെങ്കിലും ശരി, ട്രസ്റ്റ് വാലറ്റ്, മെറ്റാമാസ്ക്, ടോക്കൺ പോക്കറ്റ് ഏതാണെങ്കിലും അവർ ഉപയോഗിക്കുന്ന ക്രിപ്റ്റോ വാലറ്റിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഉടൻ തന്നെ ക്രെഡിറ്റ് ആകുന്നതാണ്. ഇനി നിങ്ങളുടെ സെക്കൻഡ് ഡൗൺ ലൈൻ ജോയിൻ ചെയ്യുമ്പോൾ ഇത് നിങ്ങളുടെ സെക്കൻഡ് അപ്ലൈന് ഇൻസ്റ്റൻ്റായിട്ട് ഡയറക്റ്റ് അവരുടെ വാലറ്റിലേക്ക് ക്രെഡിറ്റ് ആകുന്നതാണ്. അടുത്തത് സെക്കൻഡ് ലെവലിലെ ഈ 3ാമത്തെ എമൗണ്ട് ഇത് നിങ്ങൾക്ക് ക്രെഡിറ്റ് ആകും. ഇനി ഈ 4ാമത്തെ ഇൻകം ഇത് ഈ സിസ്റ്റം ഹോൾഡ് ചെയ്യും. എന്നിട്ട് നിങ്ങളുടെ 5ാമത്തെ ഇൻകം വരുന്ന സമയത്ത് ഈ 4ഉം 5ഉം, അതായത് 0.001 പ്ലസ് 0.001 ഇത് രണ്ടും ചേർത്ത് 0.002 ബിറ്റ്കോയിൻ ഉപയോഗിച്ച് നിങ്ങൾക്ക് വേണ്ടി ഈ സിസ്റ്റം തന്നെ നിങ്ങളുടെ സെക്കൻഡ് സ്ലോട്ട് ഓപ്പൺ ചെയ്ത് തരും. അതായത് 5ാമത്തെ ID ക്രിയേറ്റ് ആകുന്ന സമയത്ത് തന്നെ ഈ സിസ്റ്റം നിങ്ങളുടെ സെക്കൻഡ് സ്ലോട്ട് ഓപ്പൺ ചെയ്തു. ഇവിടെ എന്താണ് സംഭവിക്കുന്നത് എന്ന് വെച്ചാൽ 5ാമത്തെ ID ക്രിയേറ്റ് ആകുന്ന സമയത്ത് സെക്കൻഡ് സ്ലോട്ടിലും നിങ്ങൾക്ക് ഇതുപോലെ ഒരു സൈക്കിൾ ഓപ്പൺ ആകും. ഇതുപോലെ നിങ്ങളുടെ ഡൗൺ ലൈനിൽ ഉള്ള 2 പേരുടെയും 5ാമത്തെ ID ക്രിയേറ്റ് ആകുന്ന മൊമെൻറ്റിൽ അവരെയും ഇതുപോലെ 0.002 ബിറ്റ്കോയിൻ ഉപയോഗിച്ച് സെക്കൻഡ് സ്ലോട്ടിലേക്ക് പ്രൊമോട്ട് ചെയ്ത് അവരെ സെക്കൻഡ് സ്ലോട്ടിലും നിങ്ങളുടെ ഡൗൺ ലൈനിൽ പ്ലേസ് ചെയ്യും. സെയിം രീതിയിൽ ബാക്കിയുള്ളവരെയും ഈ സിസ്റ്റം ഓട്ടോമാറ്റിക്കായിട്ട് പ്രൊമോട്ട് ചെയ്യുന്നതാണ്. ഇങ്ങനെയാണ് മാനുവലായി നിങ്ങൾ ഒന്നും ചെയ്യാതെ തന്നെ നിങ്ങൾക്ക് വേണ്ടി ഈ സിസ്റ്റം ഓരോ സ്ലോട്ടും ഓപ്പൺ ചെയ്ത് തരുന്നത്. ഈ സെയിം രീതിയിൽ 12 സ്ലോട്ടുകളും ഈ സിസ്റ്റം നിങ്ങൾക്ക് വേണ്ടി ഓട്ടോമാറ്റിക്കായി ഓപ്പൺ ചെയ്ത് നൽകുന്നതാണ്. സോ സ്ലോട്ടുകൾ ഓപ്പൺ ആകുന്നത് എങ്ങനെയാണ് എന്ന് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇനി ഓരോ സ്ലോട്ടിലെയും ഈ സൈക്കിൾ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്ന് നോക്കാം. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സ്ലോട്ട് എന്ന് പറയുന്നത് 12 എണ്ണം മാത്രമേ ഉള്ളൂ. ഇത് ലിമിറ്റഡ് ആണ്. എന്നാൽ ഓരോ സ്ലോട്ടിലെയും 3 ലെവൽ അടങ്ങുന്ന ഈ സൈക്കിൾ എന്ന് പറയുന്നത് അൺലിമിറ്റഡ് ആണ്. അതുകൊണ്ടാണ് ഈ സിസ്റ്റത്തിൽ നിന്നും നിങ്ങൾക്ക് ലഭിക്കുന്ന വരുമാനവും അൺലിമിറ്റഡ് ആകുന്നത്. ഇതെങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, ഈ 4ാമത്തെയും 5ാമത്തെയും ഇൻകം ഉപയോഗിച്ച് നിങ്ങൾക്ക് നെക്സ്റ്റ് സ്ലോട്ട് ഓപ്പൺ ചെയ്തതിന് ശേഷം ഈ 6ാമത്തെ ഇൻകം ഇത് നിങ്ങൾക്ക് ക്രെഡിറ്റ് ആകും. ഇനി 3ാമത്തെ ലെവലിലെ ഈ 7ാമത്തെ ഇൻകം നിങ്ങളുടെ ഫസ്റ്റ് ഡൗൺ ലൈന് ക്രെഡിറ്റ് ആകും. 8ാമത്തെയും 9ാമത്തെയും ഇൻകം വീണ്ടും നിങ്ങൾക്ക് ക്രെഡിറ്റ് ആകും. 10ാമത്തെ ഇൻകം വീണ്ടും നിങ്ങളുടെ ഫസ്റ്റ് ഡൗൺ ലൈന് ക്രെഡിറ്റ് ആകും. 11ഉം 12ഉം വീണ്ടും നിങ്ങൾക്ക്. 13ാമത്തെ ഇൻകം നിങ്ങളുടെ സെക്കൻഡ് ഡൗൺ ലൈന് ക്രെഡിറ്റ് ആകും. 14ാമത്തെ ഇൻകം നിങ്ങളുടെ അപ്ലൈന് നൽകിക്കൊണ്ട് നിങ്ങളുടെ ID റീസൈക്കിൾ ചെയ്ത് ഈ സ്ലോട്ടിൽ തന്നെ നിങ്ങളെ സെക്കൻഡ് സൈക്കിളിലേക്ക് ഈ സിസ്റ്റം തന്നെ നിങ്ങളെ പ്രൊമോട്ട് ചെയ്യും. അതായത് 14ാമത്തെ ഇൻകം നിങ്ങളുടെ അപ്ലൈന് നൽകിക്കൊണ്ട് നിങ്ങളുടെ ID റീബർത്ത് ആകുന്നു. എന്നിട്ട് നിങ്ങളെ സെക്കൻഡ് സൈക്കിളിലേക്ക് പ്രൊമോട്ട് ചെയ്യുന്നു. നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഇതുപോലെ തന്നെ നിങ്ങളുടെ ഡൗൺ ലൈനിൽ ഉള്ള 2 പേരെയും ഇതുപോലെ റീസൈക്കിൾ ചെയ്ത് അവരെയും പ്രൊമോട്ട് ചെയ്ത് സെക്കൻഡ് സൈക്കിളിൽ നിങ്ങളുടെ ഡൗൺ ലൈനിൽ പ്ലേസ് ചെയ്യും. ഇങ്ങനെ റീസൈക്കിൾ എന്ന പ്രക്രിയ നടക്കുന്നത് കൊണ്ട് ഓരോരുത്തരും സെക്കൻഡ് സൈക്കിളിലും ഈ സെയിം സ്ട്രക്ചറിൽ നിങ്ങളുടെ ഡൗൺ ലൈനിൽ പ്ലേസ് ആവുന്നതാണ്. ഇനി ഈ ഫസ്റ്റ് സൈക്കിളിൽ നിന്ന് നിങ്ങൾക്ക് എത്ര രൂപയാണ് വരുമാനം ലഭിക്കുന്നത് എന്ന് നോക്കാം. എല്ലാ സൈക്കിളിലും ടോട്ടൽ 14 ഇൻകമാണുള്ളത്. ഇതിൽ 2 ഇൻകം നിങ്ങളുടെ അപ്ലൈന് ക്രെഡിറ്റ് ആകും.
3 ഇൻകം നിങ്ങളുടെ ഡൗൺ ലൈൻ ക്രെഡിറ്റ് ആകും. 2 ഇൻകം ഉപയോഗിച്ച് നിങ്ങളെ നെക്സ്റ്റ് സ്ലോട്ടിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുന്നു. 1 ഇൻകം റീസൈക്ലിങ്ങിന് ഉപയോഗിച്ച് നിങ്ങളെ സെയിം സ്ലോട്ടിലെ നെക്സ്റ്റ് സൈക്കിളിലേക്ക് പ്രൊമോട്ട് ചെയ്യുന്നു. 6 ഇൻകം നിങ്ങൾക്ക് ലഭിക്കുന്നു. അതായത് 0.001 ഇൻറ്റു 6 0.006 ബിറ്റ്കോയിൻ. INR പറഞ്ഞാൽ 7000 ഇൻറ്റു 6 42,000 രൂപ. ആദ്യത്തെ സൈക്കിളിൽ നിന്ന് 42,000 രൂപ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇങ്ങനെ നിങ്ങൾ അപ്ഗ്രേഡായി വരുന്ന ഈ സെക്കൻഡ് സൈക്കിളിൽ എന്താണ് നടക്കുന്നത് എന്ന് നോക്കാം. കാരണം ഈ ഫസ്റ്റ് സൈക്കിളും സെക്കൻഡ് സൈക്കിളും തമ്മിൽ ഒരു ചെറിയ വ്യത്യാസമുണ്ട്. സെക്കൻഡ് സൈക്കിളിലും സ്ട്രക്ചർ സെയിം ആണ്. അതുകൊണ്ട് തന്നെ ഇവിടെയും ടോട്ടൽ 14 പേ ഔട്ട്. ഇതിൽ 2 പേ ഔട്ട് ഫസ്റ്റ് സൈക്കിളിലേതുപോലെ തന്നെ നിങ്ങളുടെ അപ്ലൈന് ക്രെഡിറ്റ് ആകും. 3-ാമത്തെ ഇൻകം നിങ്ങൾക്ക് ക്രെഡിറ്റ് ആകും. 4-ാമത്തെ ഇൻകം ഇവിടെയാണ് ഒരു ചെറിയ വ്യത്യാസം. ഫസ്റ്റ് സൈക്കിളിൽ 4-ാമത്തെയും 5-ാമത്തെയും ഇൻകം ചേർത്ത് വെച്ച് നമ്മളെ നെക്സ്റ്റ് സ്ലോട്ടിലേക്ക് അപ്ഗ്രേഡ് ചെയ്തിരുന്നു. എന്നാൽ ഈ സെക്കൻഡ് സൈക്കിളിൽ അതിൻ്റെ ആവശ്യമില്ല. കാരണം ഓൾറെഡി നമ്മൾ ഫസ്റ്റ് സൈക്കിളിൽ വെച്ച് തന്നെ നെക്സ്റ്റ് സ്ലോട്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞു. സോ ഇവിടെ ഈ 4-ാമത്തെ ഇൻകം ഉപയോഗിച്ച് ഈ സിസ്റ്റം റോയൽ പൂൾ എന്നൊരു ഫണ്ട് ബിൽഡ് ചെയ്യുന്നു. ഇതെന്തിനാണ് എന്ന് ഞാൻ നെക്സ്റ്റ് സ്റ്റെപ്പിൽ പറയാം. ഇപ്പോൾ ഇവിടെ 5-ാമത്തെയും 6-ാമത്തെയും ഇൻകം ഇത് നിങ്ങൾക്ക് ലഭിക്കും. 7-ാമത്തെ ഇൻകം സെയിം നിങ്ങളുടെ ഫസ്റ്റ് ഡൗൺ ലൈന് ക്രെഡിറ്റ് ആകും. 8ഉം 9ഉം വീണ്ടും നിങ്ങൾക്ക്. 10 വീണ്ടും ഫസ്റ്റ് ഡൗൺ ലൈന്. 11, 12 വീണ്ടും നിങ്ങൾക്ക്. 13 നിങ്ങളുടെ സെക്കൻഡ് ഡൗൺ ലൈന് ക്രെഡിറ്റ് ആകും. 14-ാമത്തെ ഇൻകം റീസൈക്ലിങ്ങിന് ഉപയോഗിച്ച് നിങ്ങളെ നെക്സ്റ്റ് സൈക്കിളിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുന്നു. അതായത് ഈ റീസൈക്കിൾ എന്ന് പറയുന്നത് അൺലിമിറ്റഡ് ആണ്. എന്ന് വെച്ചാൽ സ്ലോട്ട് 12 മാത്രമേ ഉള്ളൂ. ഇത് ലിമിറ്റഡ് ആണ്. എന്നാൽ 12 സ്ലോട്ടിനകത്ത് നടക്കുന്ന 3 ലെവൽ അടങ്ങുന്ന ഈ സൈക്കിളിൽ കണ്ടിന്യൂസ് ആയിട്ട് റീസൈക്കിൾ നടക്കുന്നത് കൊണ്ട് തന്നെ ഇത് അൺലിമിറ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ ഈ സിസ്റ്റത്തിൽ നിന്നും നിങ്ങൾക്ക് ലഭിക്കുന്ന വരുമാനവും അൺലിമിറ്റഡ് ആയിരിക്കും. സോ ഈ സ്ലോട്ടും സൈക്കിളും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്ന് വ്യക്തമായി എന്ന് വിശ്വസിക്കുന്നു. ഇനി ഈ സെക്കൻഡ് സൈക്കിളിൽ നിങ്ങൾക്ക് എത്ര രൂപ വരുമാനം കിട്ടി എന്ന് നോക്കാം. ഫസ്റ്റ് സൈക്കിളിൽ നിങ്ങൾക്ക് 6 പേ ഔട്ട് ആയിരുന്നു എങ്കിൽ സെക്കൻഡ് സൈക്കിൾ മുതൽ 7 പേ ഔട്ട് ലഭിക്കും. അതായത് ഈ സൈക്കിളിൽ 7000 ഇൻറ്റു 7 49,000 രൂപ. ഇനി ഈ സ്ലോട്ട് ഒന്നുകൂടി നോക്കാം. ആദ്യത്തെ സ്ലോട്ടിൽ ഒരാളുടെ കയ്യിൽ നിന്നും നിങ്ങൾക്ക് ലഭിക്കുന്ന വരുമാനം 0.001 ബിറ്റ്കോയിനാണ്. എങ്കിൽ രണ്ടാമത്തെ സ്ലോട്ടിൽ ഒരാളുടെ കയ്യിൽ നിന്നും നിങ്ങൾക്ക് ലഭിക്കുന്ന വരുമാനം 0.002 ബിറ്റ്കോയിനാണ്. കാരണം ഒന്നാമത്തെ സ്ലോട്ടിലെ 2 ഐഡിയിലെ പേ ഔട്ട് ചേർത്ത് വെച്ച് 0.002 ബിറ്റ്കോയിൻ ഉപയോഗിച്ചാണ് ഈ സിസ്റ്റം നമുക്ക് വേണ്ടി ഈ രണ്ടാമത്തെ സ്ലോട്ട് ഓപ്പൺ ചെയ്ത് തന്നത്. അതുകൊണ്ട് തന്നെ ഈ രണ്ടാമത്തെ സ്ലോട്ടിൽ ഒരാളുടെ കയ്യിൽ നിന്നും നിങ്ങൾക്ക് ലഭിക്കുന്ന വരുമാനവും 0.002 ബിറ്റ്കോയിൻ, അതായത് 14,000 രൂപയായിരിക്കും. സോ മൂന്നാമത്തെ സ്ലോട്ടിൽ ഒരാളുടെ കയ്യിൽ നിന്നും 0.004 ബിറ്റ്കോയിൻ 28,000 രൂപ. നാലാമത്തെ സ്ലോട്ടിൽ ഒരാളുടെ കയ്യിൽ നിന്നും 0.008 ബിറ്റ്കോയിൻ 56,000 രൂപ. ഇങ്ങനെ നിരന്തരമായി റീസൈക്ലിങ്ങും സ്ലോട്ട് അപ്ഗ്രേഡും നടക്കുന്നത് കൊണ്ട് നിങ്ങൾ ഗ്രാജ്വലി 12ാമത്തെ സ്ലോട്ടിൽ എത്തി എന്ന് വിചാരിക്കുക. ഈ 12ാമത്തെ സ്ലോട്ടിൽ ഒരാളുടെ കയ്യിൽ നിന്നും മാത്രം നിങ്ങൾക്ക് ലഭിക്കുന്ന വരുമാനം 2.048 ബിറ്റ്കോയിനാണ്. ഇന്നത്തെ വിലയനുസരിച്ച് ഏകദേശം 1,40,00,000 രൂപ.
ഇനി നിങ്ങൾ 12ാമത്തെ സ്ലോട്ടിലെ ഫസ്റ്റ് സൈക്കിൾ മാത്രം പൂർത്തിയാകുമ്പോൾ ടോട്ടലായിട്ട്, അതായത് നിങ്ങളുടെ 12ാമത്തെ സ്ലോട്ടിലെ ഫസ്റ്റ് സൈക്കിൾ മാത്രം പൂർത്തിയാകുമ്പോൾ നിങ്ങളുടെ 1ാമത്തെ സ്ലോട്ടിൽ നിങ്ങളുടെ 12 സൈക്കിൾ പൂർത്തിയായിട്ടുണ്ടാകും. സോ ഇതെല്ലാം ചേർത്ത് ടോട്ടലായി നിങ്ങൾക്ക് 61.342 ബിറ്റ്കോയിൻ ലഭിച്ചിട്ടുണ്ടാകും. ഏകദേശം 40 കോടി രൂപ. ഇതാണ് ഈ സിസ്റ്റത്തിൻ്റെ പൊട്ടൻഷ്യൽ. സോ 0.001 ബിറ്റ്കോയിൻ ഉപയോഗിച്ച് 2 പേരെ ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾ തുടങ്ങുന്ന യാത്ര 61.342 ബിറ്റ്കോയിനിലേക്ക് എത്തുന്ന ഈ സിസ്റ്റത്തിലേക്ക് ജോയിൻ ചെയ്യുന്നത് വെർത്തബിൾ ആണോ എന്ന തീരുമാനം നിങ്ങൾക്ക് വിടുന്നു. ഇനി റോയൽ പൂൾ ഇതെന്താണെന്ന് നോക്കാം. എല്ലാ സ്ലോട്ടിലെയും 2ാമത്തെ സൈക്കിൾ മുതൽ 4ാമത്തെ ID ക്രിയേറ്റ് ചെയ്യുന്ന എമൗണ്ട് ഉപയോഗിച്ച് ഈ സിസ്റ്റം ബിൽഡ് ചെയ്യുന്ന ഫണ്ടാണ് റോയൽ പൂൾ. ഈ റോയൽ പൂളിൻ്റെ 50% നിങ്ങൾ ഈ സിസ്റ്റത്തിൽ ജോയിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്ന പ്രൊഡക്റ്റായ NFT നോൺ ഫഞ്ചബിൾ ടോക്കണിൻ്റെ ലിക്വിഡിറ്റിയിലേക്ക് ആഡ് ചെയ്യുന്നു. ഒരു ടോക്കണെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ലിക്വിഡിറ്റി എത്ര കൂടുന്നോ അത്രയും തന്നെ അതിൻ്റെ മൂല്യവും വർദ്ധിക്കുന്നതാണ്. സോ നിരന്തരമായി ഈ ടോക്കണിൻ്റെ ലിക്വിഡിറ്റിയിലേക്ക് ഫണ്ട് ആഡ് ആകുന്നത് കൊണ്ട് തന്നെ ഇപ്പോൾ 29 രൂപ വിലയുള്ള ഈ ടോക്കണിന് ഫ്യൂച്ചറിൽ ഒരു വളരെ വലിയ വർധന ഉണ്ടാകുന്നതാണ്. അതായത് ഫ്യൂച്ചറിൽ ഈ ടോക്കൺ തന്നെ നിങ്ങൾക്ക് വളരെ വലിയൊരു അസറ്റായി മാറുന്നതാണ്. അതുകൊണ്ടാണ് ഈ ടോക്കൺ ഹോൾഡ് ചെയ്യുന്നതാണ് നല്ലത് എന്ന് ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞത്. ഇനി ഈ റോയൽ പൂളിൻ്റെ ബാക്കിയുള്ള 50% ഇത് ഈ സിസ്റ്റം റാങ്ക് ആൻഡ് റിവാർഡ്സിന് വേണ്ടി ഉപയോഗിക്കുന്നു. ഈ സിസ്റ്റം റൈസിംഗ്, പ്രൈം, റോയൽ, ലെജൻഡറി എന്നിങ്ങനെ 4 റാങ്കുകൾ ഓഫർ ചെയ്യുന്നുണ്ട്. 3, 6, 9, 12 എന്നിങ്ങനെ സ്ലോട്ടുകൾ ഓപ്പൺ ചെയ്യുന്നതിനനുസരിച്ച് നിങ്ങൾ റാങ്കിനും അർഹരാകുന്നതാണ്. ഓരോ റാങ്കിനും 25% എന്ന നിരക്കിലാണ് റിവാർഡ് ലഭിക്കുന്നത്. അതായത് 4 റാങ്കും അച്ചീവ് ചെയ്ത 100% റിവാർഡ്. ലൈഫ് ടൈം പാസീവ് ഇൻകമായ ഈ റിവാർഡ് എല്ലാ മാസവും 21-ാം തീയതി ഈ സിസ്റ്റം തന്നെ നിങ്ങളുടെ ക്രിപ്റ്റോ വാലറ്റിലേക്ക് ഡയറക്റ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നതാണ്. മാത്രമല്ല ഈ സിസ്റ്റം 100% ഡീസെൻട്രലൈസ്ഡ് ആയതുകൊണ്ട് തന്നെ ഇതിൽ ഒരു രീതിയിലുള്ള മാനിപ്പുലേഷനും സാധ്യമല്ല. അതായത് ID ഫ്രീസ് ചെയ്യുക, റിവാർഡ് നിർത്തിവെക്കുക എന്നിങ്ങനെ ഒരു സെൻട്രലൈസ്ഡ് സിസ്റ്റത്തിൽ കാണുന്ന ഒരു റെസ്ട്രിക്ഷൻസും ഇതിൽ നടക്കില്ല. അതുകൊണ്ട് തന്നെ ഇത് നിങ്ങൾക്ക് ഒരു ലൈഫ് ടൈം ബിസിനസ്സായി പരിഗണിക്കാവുന്നതാണ്. ഇതാണ് BTitan. കാര്യങ്ങളെല്ലാം വ്യക്തമായി എന്ന് വിശ്വസിക്കുന്നു. കൂടുതൽ വിവരങ്ങൾ അറിയാൻ താല്പര്യമുള്ളവർക്ക് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്.